എന്ന് അദ്ദേഹം ഹദീസ് കൊടുത്തു. ഖാതലല്ലാഹുൽ യഹൂദ വന്നസ്വാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ എന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹദീസ് അല്ലാഹു തആല ജൂത ക്രിസ്ത്യാനികളെ ശപിക്കാൻ കാരണം പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രമാക്കി മാറ്റിയതിനാലാണ് എന്ന് ഹദീസ് കൊടുത്തുകൊണ്ട് അദ്ദേഹം പറയുന്നു, അക്റഹു ഹാദാ, എനിക്കിത് വെറുപ്പാണ്, ലിസുന്നത്തി വൽ ആസാർ, കാരണം ഹദീസിലെല്ലാം വന്നത് ഇത് പറ്റില്ല എന്നാണ്. സ്വഹാബത്തിന്റെ താബിഈങ്ങളുടെ എല്ലാം അസറുകളിൽ വന്നതും ഇത് പാടില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ല. ഒരാളുടെയും ഖബർ അങ്ങനെ വല്ലാതെ ബഹുമാനിക്കപ്പെട്ട് അതൊരു പക്ഷേ ശേഷം വരുന്ന ആളുകൾക്ക് ഒരു ഫിത്നയായി മാറുമാറ് ബഹുമാനിക്കപ്പെടുന്നത് പോലും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പഠിപ്പിച്ചവരാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ല. സമാനമായി ധാരാളം കാണാം. ഇമാം നബി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു, ലാ യജൂസു അൻ യുതാഫ ബി ഖബ്രിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ ഖബർ തവാഫ് ചെയ്യാൻ പാടില്ല, അത് ജായിസല്ല, അനുവദനീയമല്ല. വയുക്റഹു ഇൽസാഖുൽ ളഹരി വൽ ബത്നി ബിജിദാരിൽ ഖബ്രി, ഖബറിനോട് തൻ്റെ മുതുകിനെ തൻ്റെ നെഞ്ചിനെ എല്ലാം ചേർത്ത് വെക്കൽ അതുപോലും വെറുക്കപ്പെട്ട കാര്യമാണ് എന്ന് പറയുകയും മാത്രവുമല്ല, വയുക്റഹു മസ്ഹു ബിൽ യദി വതഖബീലുഹു, ആ കൈ കൊണ്ട് തടവൽ അത് വെറുക്കപ്പെട്ട കാര്യമാണ്, ചുംബിക്കൽ വെറുക്കപ്പെട്ട കാര്യമാണ്. പിന്നെ എന്താ ചെയ്യേണ്ടത്? ബദിൽ അദബു അൻ യബ്ഉദ മിൻഹു കമാ യബ്ഉദു മിൻഹു ലൗ ഹദറ ഫീ ഹയാതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ ജീവിതകാലത്ത് നബി തങ്ങളെ കാണാൻ ചെന്നാൽ നാം പാലിക്കുന്ന ഒരു അകലമുണ്ടല്ലോ, ബഹുമാനം കൊണ്ട് ആദരവ് കൊണ്ട് പാലിക്കുന്ന ഒരു അകലം, എന്നതുപോലെ തന്നെ മരിച്ചാലും ആ അകലം പാലിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഖബർ പോയി തൊടുകയോ അത് മുത്തുകയോ അത് ചുംബിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിച്ചവരാണ് ഇമാം നബവി റഹിമഹുല്ല. ശേഷം അദ്ദേഹം ഹാദാ ഹുവ സ്വവാബ്, ഇതാണ് ശരി, അല്ലദീ ഖാലഹുൽ ഉലമാ, പണ്ഡിതന്മാർ പറഞ്ഞ ശരിയായ വീക്ഷണം ഇതാണ്. ശേഷം അദ്ദേഹം ഒന്നുകൂടെ പറഞ്ഞു, വലാ യഗ്തറ ബിമുഖാലഫതി കസീർ മിൻ അവാമി വഫഇലിഹിം ദാലിക, ധാരാളം ആളുകൾ സാധാരണക്കായ ആളുകൾ ഇതിനെതിരായി ചെയ്യുന്നുണ്ട് എന്ന് കണ്ട് നീ ചതിയിൽ പെട്ടുപോകേണ്ടതില്ല. ഒരുപാട് ആളുകൾ ചെയ്യുന്നു, ആ ചതിയിൽ നീ പെട്ടുപോകേണ്ടതില്ല. കാരണം ഫൈനൽ ഇഖ്തിദാഅ വൽ അമല ഇന്നമാ യകുനു ബിൽ ഹദീസി സ്വഹീഹതി വഅഖ്വാലിൽ ഉലമാഇ, നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത്, നമ്മൾ പിൻപറ്റേണ്ടത് സ്വഹീഹായ ഹദീസുകളെയാണ്, പണ്ഡിതന്മാർ പഠിപ്പിച്ച അധ്യാപനങ്ങളെയാണ് നാം പിൻപറ്റേണ്ടത്. അല്ലാതെ വലാ യുൽതഫതു, തിരിഞ്ഞു നോക്കുകയേ വേണ്ട, ഇലാ മുഹ്ദസാത്തിൽ അവാമി വഗൈരിഹിം വജഹാലാതിഹിം അമത്തുന്നാസ്, ആ സാധാരണക്കായ ആളുകൾ പുതുതായി ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ഒരുപാട് സംഗതികൾ അതൊന്നും നോക്കേണ്ടതേ ഇല്ല. വജഹാലാതിഹിം, അവിടെ വിവരക്കേടുകൾ അത് തിരിഞ്ഞു നോക്കുകയേ ചെയ്യേണ്ടതില്ല, അത് മാതൃകയാക്കാൻ പറ്റുകയില്ല. മാതൃകയാക്കേണ്ടത് നബിതങ്ങളുടെ അധ്യാപനങ്ങളെയാണ് എന്ന് പഠിപ്പിച്ചവരാണ് ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി. അവരൊക്കെ ഷാഫിഈ മദ്ഹബിലെ പ്രഗത്ഭരായ ആളുകളാണ്. ആ ഇമാം ഷാഫിഈ ഖബർ കെട്ടിയെത്താൻ പഠിപ്പിച്ചിട്ടില്ല എന്നർത്ഥം. ഇമാം ഷാഫിയുടെ ഖബറുണ്ടായത് ഹിജ്റ 204 204 ഇമാം ഷാഫി വഫാത്തായത്, അന്നാണ് ഖബറുണ്ടായത്. എന്നാൽ ഖുബ്ബയുണ്ടായതോ ഹിജ്റ 678 204 ഖബറുണ്ടായി. ശേഷം 464 കൊല്ലം കഴിഞ്ഞിട്ട് ഹിജ്റ 678 അന്നത്തെ ഭരണാധികാരിയാണ് ആ ഖബറിന് മീതെ പിന്നെ ഖുബ്ബയുണ്ടാക്കുന്നത്. ഇമാം ഷാഫിയും ഖുബ്ബയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നർത്ഥം. ഇമാം ഷാഫിയുടെ കാലം കഴിഞ്ഞ് 4 നൂറ്റാണ്ടിലേറെ